ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് വന്നു ചേരേണ്ട കുറേ കഥാപാത്രങ്ങൾ നമുക്ക് മിസ്സായിരുന്നു. കുറേ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടും ചേട്ടനും ഇതുപോലെ അച്ഛൻ്റെ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ചേട്ടനും ഇതുപോലെ വേഷങ്ങൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഖേദിക്കുന്നത് മലയാളം പ്രേക്ഷകരാണ്. അപ്പോൾ ഈ സിനിമാ രംഗത്ത് നിന്ന് ഇത്തരം മാറ്റി നിർത്തപ്പെട്ടപ്പോഴും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ചേട്ടനെ സംബന്ധിച്ച്? റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇതിനപ്പുറം ചാടിക്കടന്നവനാടാ. പിന്നെ അതിനകത്തൊരു റിഗ്രറ്റ് തോന്നേണ്ട കാര്യം എന്താ? ഇല്ല, അത്ര തന്നെ ഉള്ളൂ. തുമ്മിയെ തെറിക്കണ മൂക്കാണ് പോട്ടി പുല്ല്. ഞാൻ ആദ്യം മറ്റേ ചെങ്കോൾ സിനിമയിൽ പറഞ്ഞ ഡയലോഗായിരുന്നു, തുമ്മിയെ തെറിക്കണ മൂക്കാണ് പോട്ട് അല്ലേ. മൂക്കിന്റെ ആവശ്യമുണ്ടോ? മൂക്ക് എന്തിനുള്ളതാണ് അല്ലേ? അത് തുമ്മിയെ തെറിച്ച് പോകുന്നതാണെങ്കിൽ പോട്ടെ. ഞാൻ അത് തന്നെ അങ്ങനെ തന്നെ ഞാൻ കരുതുന്നുള്ളൂ. എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മള് ചില നേരങ്ങളിൽ ചില ആൾക്കാർ ഇങ്ങനെയാണ്, അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ വിചാരിക്കുക. എപ്പോഴും എന്താണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി അവരൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് സത്യമേവ ജയതേ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. എന്താണ്? സത്യം ജയിക്കും. അത്രയാണ്. എവിടെയും സത്യമേ ജയിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഏതൊരു നടനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു നല്ല കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളൊരു കഥ വന്നപ്പോഴുണ്ടായ ഒരു വികാരം എന്തായിരുന്നു ചേട്ടൻ? ഞാൻ അത്ഭുതപ്പെടുക ചെയ്തത്. കാര്യം ഒരു പരിധിവരെ ഇത് ഈ വിലായത്ത് ബുദ്ധ എന്ന സിനിമയിലെ നായകൻ പൃഥ്വിരാജ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വേഷം ചെയ്യില്ല. പൃഥ്വിരാജ് ആയതുകൊണ്ടാണ് എനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചത്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ആ കഥാപാത്രം ഞാൻ ചെയ്തതല്ല ഞാൻ പറയുന്നത്. ആ കഥാപാത്രം എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിനേക്കാൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഭാസ്കരൻ മാസ്റ്ററുടെ കഥാപാത്രം. കാര്യം ഒന്നാമത്തെ പൃഥ്വിരാജിൻ്റെ ഗുരുവാണ്. ആ സ്ഥാനത്ത് അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിന് എന്നെപ്പോലൊരു നടനെ കൊണ്ട് ഒരു പരിധിവരെ എന്താണ് അദ്ദേഹത്തിനേക്കാളും കുറച്ച് സീൻ ബേസിന് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതിന് തയ്യാറാകാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ പറയുന്നു. അത് തീർച്ചയായിട്ടും എനിക്കതിനോട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പൃഥ്വിരാജിനോട് കടപ്പെട്ടിരിക്കുന്നു. പൃഥ്വിരാജ് അല്ലാതെ മറ്റൊരാളാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ക്രെഡിറ്റും തീർച്ചയായിട്ടും പൃഥ്വിരാജിന്, ഡയറക്ടറെ കൊണ്ട് ഇല്ലെന്നല്ല, അതിനേക്കാൾ കൂടുതൽ രാജുവിനാണ് ആ ക്രെഡിറ്റ് മുഴുവൻ. സോ ഐ ലവ് യു രാജു, അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയുള്ളവരല്ലേ നമുക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അത് എൻ്റെ ആത്മാർത്ഥമായ ഇഷ്ടമാണ്. എൻ്റെ മനസ്സ് ഞാൻ, എൻ്റെ ഹൃദയം ഞാൻ അവന് പറിച്ചു കൊടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്കിങ്ങനെ നിങ്ങളിങ്ങനെ ഒരു സ്നേഹം എനിക്ക് കിട്ടാനായിട്ടുള്ള അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചതിൻ്റെ കാരണക്കാരൻ പൃഥ്വിരാജാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. ആ നന്ദി ഞാൻ എൻ്റെ എന്താണ് ആജീവനാന്തം ഞാനത് മനസ്സിൽ കൊണ്ടുനടക്കും. എൻ്റെ ഹൃദയത്തിൽ ഞാനത് സൂക്ഷിക്കും, കാത്തു സൂക്ഷിക്കും. അത് വേറെ ആരോടും എനിക്ക് അത്ര ഉണ്ടാവില്ല. പലരോടും ഉണ്ട്, ചിലരോടുണ്ട്. അത്രയും ഒരാളും എന്നെ എന്താണ് ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു രാജുവാണെന്ന് തോന്നുന്നു എന്നെ ഇതിലേക്ക് ഷമ്മിച്ചേട്ടനാണ് അത് നല്ലതെന്നുള്ള രീതി ആദ്യം പറഞ്ഞതുപോലും രാജുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെയുള്ള ആ ഒരു നടൻ്റെ ഒരു മനസ്ഥിതി അത് നമ്മളാരും കാണാതെ പോകരുത്. അദ്ദേഹത്തിനെതിരെയൊക്കെ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കൊള്ളും. അതെ. ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ നല്ല കോണ്ടന്റ് വരുന്നൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള സിനിമ. പഴയ ഇപ്പോൾ KG ജോർജ് സാറിൻ്റെ സമയത്ത് തിരുവൻ സാറൊക്കെ ചെയ്ത പോലത്തെ ഉള്ളൊരു രീതിയിലുള്ളൊരു പാറ്റേണാണ് ഇപ്പോഴത്തെ മലയാള സിനിമ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചയാവുന്ന ഓരോരോ സിനിമകൾ ചർച്ചയാവുന്നത്. ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ മലയാള സിനിമ എത്രത്തോളം കോണ്ടന്റ് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ചേട്ടന് തോന്നിയിട്ടുള്ളത്? നമ്മുടെ യുവ തലമുറ സംവിധായകരായിക്കോട്ടെ അല്ലെങ്കിൽ നടീനടന്മാരായിക്കോട്ടെ, നമ്മുടെ യുവത എന്ന് പറയാം, അവർ നല്ല ടാലൻറ്റഡ് ആണ്. ചുമ്മാ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരല്ല. എല്ലാവരും ഈ മാധ്യമത്തെക്കുറിച്ചും ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ താല്പര്യത്തെക്കുറിച്ചും അവരെ ഏത് രീതിയിലുള്ള സംഭവമാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെ അറിഞ്ഞു പെരുമാറാൻ കഴിവുള്ളവരാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള യുവാക്കന്മാരായിട്ടുള്ള ആൾക്കാരുന്നത്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ഈ പറഞ്ഞല്ലേ ഒരു ഈ അമ്മാവൻ സിൻഡ്രോം എന്തായാലും പറയുന്നത് നിങ്ങളൊക്കെ പറയുന്നത് ആ മാതിരി ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മളെ പഴയ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ, ഞാനടക്കമുള്ള ആൾക്കാർ നമ്മളൊരു ഒരു മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അവരെ കൂട്ടുകൊടുക്കുക. നമ്മളെന്താണ് എപ്പോഴും ഒരു ഇൻഡസ്ട്രി എന്തുമായിക്കോട്ടെ ഏതാണേലും നമ്മുടേതല്ലത്. ഞാനിപ്പോൾ എന്താണ് ഒരു സീനിയറാണ്.
എൻ്റെ നല്ല ഈ ഇൻഡസ്ട്രി അടുത്ത തലമുറയ്ക്കുള്ള അത് നമ്മൾ എച്ചിലാക്കി വെക്കരുത്. എന്നിട്ട് അത് നല്ല രീതിയിൽ നമ്മൾ ആക്കിയിട്ട് വേണം നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറാൻ. ഇത് എച്ചിലാക്കി മാറ്റാനായിട്ടുള്ള ഈ പഴയ ആൾക്കാരുടെ ഒരു ശ്രമമുണ്ട്. ഇതൊരു നമ്മൾ എന്നിട്ട് എച്ചിൽ വേണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു ഇൻഡസ്ട്രി കൊണ്ടുപോകരുത്. നമ്മുടെ യുവാ തലമുറയെ നമ്മൾ വിശ്വസിക്കുക. അവർക്ക് വളരെ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. അവരെ നമ്മൾ അതിനുവേണ്ടി നമ്മളാണ് അവരെ പ്രാപ്തരാക്കേണ്ടത്. അവർക്ക് വേണ്ട ചില കാര്യങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ടിപ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ നമുക്ക് സീനിയേഴ്സ് സാധിക്കും. അതിനുള്ള അവസരം സൃഷ്ടിക്കുക, അതാണ് വേണ്ടത്. ഇപ്പോൾ പണ്ടാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സിനിമകളൊക്കെ നമുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ്റെ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സംഘാടകരായാലും സിനിമ മേക്കേഴ്സ് ആയാലും അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അടക്കം ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വരുന്നു. നമ്മൾ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരുന്നു, ആളുകളുടെ റെസ്പോൺസ് കേൾക്കുന്നു, പോസിറ്റീവായിട്ട് കാണുന്നു. ഈ പണ്ടത്തെ ഇൻഡസ്ട്രിയിലെ സിനിമകൾ എപ്പോഴും ഇറങ്ങുമ്പോഴും ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലെ സിനിമകൾ ഇറങ്ങുമ്പോഴും ഉണ്ടാകുന്ന ഈ വ്യത്യാസം നോക്കി കാണുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? പ്രയാസങ്ങൾ മാറ്റം അനിവാര്യമാണല്ലോ. നമ്മളെപ്പോഴും ഏതൊരു ഇൻഡസ്ട്രിയിൽ, സിനിമ എന്ന് മാത്രമല്ല എല്ലായിടത്തും മാറ്റം, അല്ലെങ്കിൽ പറഞ്ഞാൽ കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞാൽ വിപ്ലവം ആവശ്യമാണ്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ കിടക്കുന്നതല്ലല്ലോ. ഇതുപോലുള്ള മാറ്റങ്ങൾ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം, അതുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കണം. എന്നാൽ മാത്രമേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ആവശ്യം. അപ്പോൾ അതിന് എങ്ങനെയാണോ നമ്മുടെ കാലഘട്ടം, ഇപ്പോൾ ടെക്നോളജി അതുപോലെയുള്ള കാര്യങ്ങൾ അത് അന്നത്തെ കാലത്തിൻ്റെയൊക്കെ തുടക്കത്തിലെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഇതുപോലെ ടെക്നോളജി കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ടും നമ്മളന്ന് നല്ല നല്ല പ്രൊഡക്റ്റുകൾ കൊടുത്തിരുന്നു. അപ്പം അത് ഈ സാധ്യതകളും കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അന്നെടുത്തതിനൊക്കെ കുറച്ചും കൂടി നല്ല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ സാധ്യതകളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അതിനകത്ത് അസൂയയോ അല്ലെങ്കിൽ ആ ഒരു കുശിപ്പോ കാണിക്കാതെ ഇതൊരു ഒത്തൊരുമയോടുകൂടി ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ, ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും എന്താ പറയുന്നത് കാതലുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കഴിവുറ്റ ആൾക്കാരാണ് മലയാളം ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രിയിലുള്ള കലാകാരന്മാർ. അതായത് നടന്മാരായിക്കോട്ടെ, എല്ലാവരെയാണ് ഉദ്ദേശിച്ചത്. എല്ലാം അതിഭീകരമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ്. ചേട്ടാ, അച്ഛനെ പറ്റി നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ യുവതലമുറയെ പറ്റി പറഞ്ഞു. യുവതലമുറയ്ക്ക് ഉപദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചേട്ടൻ പറഞ്ഞു. മകൻ എന്താണ് സിനിമയിലേക്ക് വന്നപ്പോൾ ഉപദേശം? അത് അവനോടല്ലേ ചോദിക്കുന്നത്, ഞാൻ അവന് ഉപദേശം കൊടുക്കാറുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലോ. അവന് കൊടുക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ കൂടെ ഉള്ള എന്നാലാവുന്നത് ഞാൻ പറയാറുണ്ട്. എൻ്റെ മകന് മാത്രമായിട്ട് അങ്ങനെ ഞാനൊരു ഇതായിട്ട് കൊടുക്കാറൊന്നുമില്ല. എന്നാലാവുന്നത് എനിക്കറിയാവുന്നത് അതിനൊന്നും ഞാനൊരു മടിയും കാണിക്കാത്തവനാണ്. പക്ഷെ തിരിച്ചങ്ങനെ എന്നോട് അങ്ങനെയല്ല കാണിക്കുന്നത്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്. യുവതലമുറ എൻ്റെ അടുത്ത് വളരെ മാന്യമായിട്ട്. പക്ഷെ എൻ്റെ ഞാൻ യുവാവായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ മുകളിലുള്ളവരുണ്ട്. അവരെന്നോട് അങ്ങനെയല്ല കാണിക്കുന്നുണ്ട്. ഒരു വിഷമം എനിക്കുണ്ട്. അത് തന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കാറുണ്ട്. ആരോടും ഞാൻ കാണിക്കാറില്ല. ഇതിൽ ഇനിയുള്ള പ്രൊജക്ട്സ് ഏതെങ്കിലും? ഞാനിപ്പോൾ തൽക്കാലം സിനിമ ഒന്നും ചെയ്യുന്നില്ല. ചേട്ടന് ആവശ്യമുണ്ട് മലയാള സിനിമയ്ക്ക് നല്ല രീതിയിൽ? ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്നോട് സഹകരിക്കുന്ന ഒരു നടനോ അതുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളിടത്ത് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഒതുങ്ങി നിൽക്കുകയാണ്. ഷമ്മി ഹീറോ നിങ്ങളിങ്ങനെ പറഞ്ഞെന്നെ സീറോ ആക്കാതിരുന്നത്. ഇതുപോലൊരു പടത്തിൽ ഇങ്ങനെ എന്താണ് ഞാൻ മറ്റേ നായകനെ ഞാൻ ഓവർടേക്ക് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു എന്നൊക്കെ നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ എന്താണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കമൻ്റ് ഇട്ടാണ് എനിക്ക് പലയിടത്തും പടങ്ങളില്ലാതായത്. മനസ്സിലാക്കുക. അത് ശരിയാണ്. അത് നിങ്ങൾ പറയുമ്പോൾ അവർക്കത് ഈഗോ ക്ലാഷ് അടിക്കുകയാണ്.